കഴിഞ്ഞ ദിവസം നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഒരു കേസ് നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. പോക്സോ കേസിൽ അറസ്റ്റിലായെന്ന്. 4 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് പീഡിപ്പിച്ചെന്ന്. അതായത് കുടുംബങ്ങൾ തമ്മിൽ എന്തോ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഒരു കൊച്ചുകുട്ടിയെ 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ മുതിരുന്നത്? എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? പുള്ളി നല്ലൊരു കോമഡി താരവും അതുപോലെ തന്നെ പുള്ളി സൂര്യ ടി വിയിലൊക്കെ പണ്ട് കോമഡി പരിപാടിയൊക്കെ അവതരിപ്പിച്ച് ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ആ സമയത്ത് ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടവുമായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തുകൊണ്ടാണ് അവരിപ്പം ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് നമ്മളൊരു കേസ് കേട്ടു. പക്ഷെ അതെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികളെ പീഡിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലെ പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്ത് 4 വയസ്സുള്ള പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ളതാണോ? ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്തെങ്കിലും ചെയ്തു എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പ്രതിയായ ജയചന്ദ്രൻ ഒളിവിലാണ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് കസബ പോലീസാണ് നടനെതിരെ കേസെടുത്തത്. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചു എന്നായിരുന്നു ഇവരുടെ പരാതി. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനു പിന്നാലെ ജയചന്ദ്രൻ ഒളിവിൽ പോയി. അന്നു മുതൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും നടനെ പിടികൂടാനായില്ല. ഇതിനിടെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നെന്ന്. കണ്ടോ? ഇതൊക്കെ ചെയ്തിട്ട് ഇവർ ലാസ്റ്റ് ഒളിവിലും പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും സമൂഹത്തിൻ്റെ മുന്നിൽ ജനങ്ങൾക്കെല്ലാം അറിയാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ എനിക്ക് ഭവിഷ്യത്തുണ്ടാവും. ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയല്ലേ ഇവരെ? പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഈ പരിപാടിക്കൊക്കെ പോയി ഇവരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊരിക്കലും ഒരു കുട്ടിയെ ലൈംഗികപരമായി പീഡിപ്പിച്ചല്ല അതിനൊക്കെ ഒരു എന്താ പരിഹാരം കണ്ടെത്തേണ്ടത്. ഇനി ഇതൊക്കെ മനോവൈകല്യമാണോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല.